നിയമസഭയിൽ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ അത് കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചാണ്. കണ്ണൂരിൽ പോലീസിനെതിരെ പ്രതിഷേധിക്കുകയാണ്. KSU പ്രതിഷേധമാണ് കാണുന്നത്. KSU മാർച്ചിൽ സംഘർഷമാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. ഈ KSU പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫലപ്രദമായിട്ടില്ല. ഫെലിക്സ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, പോലീസ് പാടുപെടുന്നുണ്ട് KSU പ്രവർത്തകരെ നിയന്ത്രിക്കാൻ. ആര്യ, തീർച്ചയായും ഇതിപ്പോൾ അതായത് KSU പ്രവർത്തകരെ മുഖം മറച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കണ്ണൂർ DIG ഓഫീസിലേക്ക് KSU മാർച്ച് നടത്തിയത്. മാർച്ച് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ഉദ്ഘാടനം ചെയ്തു. അതിന് പിന്നാലെയാണ് ബാരിക്കേഡ് മറിച്ചിടാനും ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കാനും പ്രവർത്തകർ ശ്രമിച്ചത്. ആ സമയത്ത് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ 3 തവണയായി ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറല്ല. പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. DIG ഓഫീസിന് ഏതാണ്ട് ഒരു 20 മീറ്റർ അകലെ ബാരിക്കേഡ് വെച്ചാണ് ഈ മാർച്ച് തടഞ്ഞത്. അതായത് പ്രവർത്തകർ വീണ്ടും അക്രമാസക്തരാകുന്നുണ്ട്. ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതായത് KSU പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള കയ്യാങ്കളിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഓരോ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. KSU പ്രവർത്തകരെ കറുത്ത മുഖം മൂടി അണിയിച്ച് വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോയ നടപടിയിൽ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കണ്ണൂരിൽ DIG ഓഫീസിലേക്ക് KSU പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കഴിഞ്ഞിട്ടില്ല. ഫെലിക്സ്, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. പോലീസ് ബലം പ്രയോഗിക്കുന്നുണ്ട്. ടൗൺ CI അടക്കം ഈ ബലപ്രയോഗത്തിനിടെ നിലത്ത് വീണു. മറ്റൊരു പോലീസുകാരനും നിലത്ത് വീണു. കാരണം ഈ വലിയ രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനായി എത്തുമ്പോൾ അത് തടയുകയാണ് KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ KSU പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുൻപിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുന്നു. ഓരോ പോലീസുകാർ ഓരോ പ്രവർത്തകരെയും അവിടെ നിന്നും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമമാണ് നടത്തുന്നത്. കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഈ വാഹനത്തിനുള്ളിൽ കയറ്റിയിട്ടുണ്ട്. പക്ഷെ അവരും അവിടെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടണം എന്നതാണ് KSU പ്രവർത്തകർ